ഇന്ന് യുദ്ധത്തിന്റെ സ്വഭാവം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ടാങ്കുകളും യുദ്ധവിമാനങ്ങളും മിസൈലുകളുമായിരുന്നു യുദ്ധത്തിന്റെ പ്രധാന ശക്തികൾ. എന്നാൽ ഇന്ന് അതിനൊപ്പം തന്നെ ചെറിയ ഡ്രോണുകളും യുദ്ധത്തിന്റെ ഗതി മാറ്റുന്ന നിർണായക ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തി നിരീക്ഷണം മുതൽ രഹസ്യാന്വേഷണം, ലക്ഷ്യബദ്ധമായ ആക്രമണം, സ്ഫോടക വസ്തുക്കളുടെ വിതരണവും വരെ ഡ്രോണുകൾ നിർവഹിക്കുന്ന ദൗത്യങ്ങൾ വർദ്ധിച്ചതോടെ ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ ഒരു പുതിയ വെല്ലുവിളി നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ എന്ന പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യ അതിവേഗം വികസിക്കുന്നത്. ഡ്രോണുകളെ നേരിടാനുള്ള സംവിധാനങ്ങളെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് കൈനറ്റിക് അല്ലെങ്കിൽ ഹാർഡ് കിൽ സംവിധാനങ്ങളാണ്. രണ്ടാമത്തേത് നോൺ കൈനറ്റിക് അല്ലെങ്കിൽ സോഫ്റ്റ് കിൽ സംവിധാനങ്ങൾ. ഇവ രണ്ടും ഒരേ ലക്ഷ്യത്തിനായാണ് ഉപയോഗിക്കപ്പെടുന്നത്: ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുക. എന്നാൽ പ്രവർത്തന രീതി തികച്ചും വ്യത്യസ്തവുമാണ്. ഒരു സംവിധാനം ഡ്രോണിനെ നേരിട്ട് നശിപ്പിക്കുമ്പോൾ മറ്റൊന്ന് അതിന്റെ നിർണായക സംവിധാനത്തെ തകർത്താണ് ഭീഷണി ഇല്ലാതാക്കുന്നത്. സോഫ്റ്റ് കിൽ സംവിധാനങ്ങളുടെ പ്രധാന ലക്ഷ്യം ഡ്രോണിനും അതിന്റെ ഓപ്പറേറ്റർക്കുമിടയിലെ ആശയവിനിമയം വിച്ഛേദിക്കുകയാണ്. ഡ്രോൺ പ്രവർത്തിക്കുന്ന റേഡിയോ ഫ്രീക്വൻസികൾ ജാം ചെയ്യുന്നതിലൂടെ ഈ ബന്ധം തകർക്കാൻ കഴിയും. ഇതോടെ ഡ്രോണിന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയാതെ വരികയും അതിന്റെ ദൗത്യം തടസ്സപ്പെടുകയും ചെയ്യും. ഇതിനൊപ്പം GPS ജാമിങ്ങും GPS സ്പൂഫിങ്ങും ഉപയോഗിച്ച് ഡ്രോണിന്റെ നാവിഗേഷൻ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിയുന്നു. യഥാർത്ഥ സ്ഥാനത്തിന് പകരം തെറ്റായ വിവരങ്ങൾ ലഭിക്കുന്നതിനാൽ ഡ്രോൺ ലക്ഷ്യം തെറ്റുകയോ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്യും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വൈദ്യുതകാന്തിക പൾസുകൾ അഥവാ EMP സാങ്കേതിക വിദ്യയും ഉപയോഗിക്കപ്പെടാറുണ്ട്. ശക്തമായ വൈദ്യുതകാന്തിക തരംഗങ്ങളിലൂടെ ഡ്രോണിന്റെ ഇലക്ട്രോണിക് ഘടകങ്ങളെ പ്രവർത്തനരഹിതമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഉയർന്ന ചെലവും സാങ്കേതിക സങ്കീർണതകളും കാരണം ഈ രീതി ഇപ്പോഴും പരിമിതമായ ഉപയോഗത്തിലാണ്. ഇതിന് വിപരീതമായി ഹാർഡ് കിൽ സംവിധാനങ്ങൾ ഡ്രോണിനെ ഭൗതികമായി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരമ്പരാഗത തോക്കുകളും മിസൈലുകളും ഉപയോഗിച്ച് ഡ്രോണുകളെ വെടിവെച്ചിടുന്നത് മുതൽ ലേസർ ആയുധങ്ങൾ, ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ, പ്രത്യേക മൈക്രോ മിസൈലുകൾ എന്നിവ വരെ ഇന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഡ്രോൺ കണ്ടെത്തിയാൽ അതിനെ നേരിട്ട് ആക്രമിച്ച് തകർക്കുകയാണ് ഈ രീതിയുടെ പ്രധാന ലക്ഷ്യം. വേഗതയേറിയ പ്രതികരണവും ഉയർന്ന വിജയ സാധ്യതയും കാരണം നിർണായക സൈനിക കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും ഇത്തരം സംവിധാനങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഡ്രോൺ ഭീഷണി വർദ്ധിച്ചതോടെ ഇന്ത്യയും ഈ മേഖലയിലെ ഗവേഷണത്തിനും വികസനത്തിനും വലിയ പ്രാധാന്യം നൽകാൻ തുടങ്ങി. സ്വകാര്യ പ്രതിരോധ കമ്പനികളും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയും ചേർന്ന് വിവിധ തദ്ദേശീയ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഇന്ത്യയുടെ കൗണ്ടർ ഡ്രോൺ ശേഷി ശ്രദ്ധേയ വളർച്ച കൈവരിച്ചിട്ടുണ്ടെന്നത് അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ്. ഇന്ത്യ വികസിപ്പിച്ച പ്രധാന സംവിധാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഭാർഗവസ്ത്ര. സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് വികസിപ്പിച്ച ഈ സംവിധാനം മൗണ്ടഡ് കൗണ്ടർ സ്വാം സംവിധാനം ഒരേ സമയം നിരവധി ഡ്രോണുകളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തതാണ്. കൃത്യതയേറിയ മൈക്രോ മിസൈലുകൾ ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളെ ലക്ഷ്യമിടുന്ന ഈ സംവിധാനം റഡാർ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ, റേഡിയോ ഫ്രീക്വൻസി ഡിറ്റക്ടറുകൾ എന്നിവ ഒരുമിച്ച് സംയോജിപ്പിച്ചിരിക്കുന്നു. ഉയർന്ന മലനിരകളിലും അതിർത്തി പ്രദേശങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ സംവിധാനം ഒറ്റ ഡ്രോണിനെയും ഡ്രോൺ കൂട്ടങ്ങളെയും ഒരുപോലെ നേരിടാൻ ശേഷിയുള്ളതാണ്. ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ ഇതിനകം വിജയകരമായി പ്രദർശിപ്പിച്ച ഈ സംവിധാനം ഭാവിയിലെ അതിർത്തി സുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്ത്യ വികസിപ്പിച്ച മറ്റൊരു പ്രധാന കൗണ്ടർ ഡ്രോൺ സംവിധാനമാണ് ഇന്ദ്രജാൽ. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റഡാർ, റേഡിയോ ഫ്രീക്വൻസി ഡിറ്റക്ഷൻ എന്നിവ സംയോജിപ്പിച്ചുള്ള ഒരു സമഗ്ര പ്രതിരോധ സംവിധാനമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സോംബി എന്ന ഇന്റർസെപ്റ്റർ ഡ്രോൺ ആണ്. ശത്രു ഡ്രോണിനെ കണ്ടെത്തിയ ശേഷം ആദ്യം ജാമിംഗ് വഴി അതിന്റെ നിയന്ത്രണം തകർക്കുകയും ആവശ്യമെങ്കിൽ ഭൗതികമായി കൂട്ടിയിടിച്ച് നശിപ്പിക്കുകയും ചെയ്യാൻ ഈ ക്വാഡ് കോപ്റ്റർ അധിഷ്ഠിത ഇന്റർസെപ്റ്റർ ഡ്രോണിന് കഴിയും. അതായത് സോഫ്റ്റ് കിൽ, ഹാർഡ് കിൽ എന്നീ രണ്ട് രീതികളും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു ബഹുമുഖ പ്രതിരോധ സംവിധാനമാണിത്. ഇന്ത്യയുടെ ഏറ്റവും അറിയപ്പെടുന്ന കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളിൽ ഒന്നാണ് DRDO വികസിപ്പിക്കുകയും ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് അഥവാ BEL നിർമ്മിക്കുകയും ചെയ്ത D4 ആന്റി ഡ്രോൺ സിസ്റ്റം. പോർട്ടബിൾ രൂപത്തിലും വാഹനങ്ങളിൽ ഘടിപ്പിക്കാവുന്ന രൂപത്തിലും ലഭ്യമായ ഈ സംവിധാനം റഡാർ കണ്ടെത്തൽ, റേഡിയോ ഫ്രീക്വൻസി ജാമിംഗ്, സാറ്റലൈറ്റ് നാവിഗേഷൻ നിരസിക്കൽ, ലേസർ അധിഷ്ഠിത നിർവീര്യമാക്കൽ എന്നിവയെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിക്കുന്നു. ഭീഷണി കണ്ടെത്തുന്നതിൽ നിന്ന് അതിനെ ഇല്ലാതാക്കുന്നതുവരെ എല്ലാ ഘട്ടങ്ങളിലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഈ സംവിധാനം ഇതിനകം തന്നെ ഇന്ത്യൻ സായുധ സേനയിൽ പ്രവർത്തനക്ഷമമായി വിന്യസിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം DRDO വികസിപ്പിച്ച മറ്റൊരു പ്രധാന സാങ്കേതിക വിദ്യയാണ് UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണീഷൻ അഥവാ ULPGM. ഇതിന്റെ ഏറ്റവും പുതിയ പതിപ്പായ UALPGM V3 മിസൈൽ കരയിലും ആകാശത്തിലെയും ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ കഴിവുള്ളതാണ്.
ഡ്രോണുകൾ പോലുള്ള വ്യോമ ഭീഷണികളെ വേഗത്തിൽ നിർവീര്യമാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ കോമ്പാക്ട് മിസൈൽ ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യയും തദ്ദേശ വിതരണ ശൃംഖലയും ഉപയോഗിക്കുന്നതിനാൽ യുദ്ധ സാഹചര്യങ്ങളിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഈ പദ്ധതിയുടെ വികസനത്തിലും ഉൽപാദനത്തിലും അദാനി ഡിഫൻസും ഭാരത് ഡൈനാമിക് ലിമിറ്റഡും പങ്കാളികളാണ്. ഈ എല്ലാവിധ സംവിധാനങ്ങളും ഒരുമിച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇന്ന് സമഗ്രമായ ഒരു കൗണ്ടർ ഡ്രോൺ പ്രതിരോധ ശൃംഖല രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നത് വ്യക്തമാണ്. വർഗവസ്ത്ര കുറഞ്ഞ ചെലവിൽ ഹാർഡിക്കിൽ പരിഹാരം നൽകുമ്പോൾ ഇന്ദ്രജാൽ AI അടിസ്ഥാനമാക്കിയുള്ള ഏരിയ പ്രതിരോധം ഉറപ്പാക്കുന്നു. BELന്റെ D4 ഇലക്ട്രോണിക് യുദ്ധശേഷിയും ലേസർ സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച് ബഹുമുഖ സുരക്ഷ നൽകുന്നു. അതേസമയം ULPGM വ്യോമ ഭീഷണികൾക്കെതിരെ കൃത്യതയേറിയ ആക്രമണശേഷി ഉറപ്പാക്കുന്നു. ഈ സംവിധാനങ്ങൾ പരസ്പരം പൂരകങ്ങളായി പ്രവർത്തിക്കുന്നതിനാൽ ഇന്ത്യക്ക് വിവിധ സാഹചര്യങ്ങളിൽ അനുയോജ്യമായ പ്രതിരോധമൊരുക്കാൻ സാധിക്കുന്നു. ലോകമെമ്പാടും ഡ്രോൺ സാങ്കേതിക വിദ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും അതേ വേഗതയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, യൂറോപ്പ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ഈ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ത്യയും തദ്ദേശ സാങ്കേതിക വിദ്യകളിലൂടെ ആഗോള നിലവാരത്തിലുള്ള പരിഹാരങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ്. ആധുനിക യുദ്ധഭൂമിയിൽ വിജയിക്കാൻ ശക്തമായ ആക്രമണശേഷി മാത്രം പോരാ, ശത്രുവിന്റെ ഡ്രോണുകളെ സമയബന്ധിതമായി കണ്ടെത്തുകയും ഫലപ്രദമായി നിർവീര്യമാക്കുകയും ചെയ്യാനുള്ള കഴിവും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൗണ്ടർ ഡ്രോൺ പദ്ധതികൾ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്കും ഭാവിയിലെ യുദ്ധ സജ്ജതയ്ക്കും ഒരു നിർണായക നിക്ഷേപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.